ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. നമ്മുടെ ചാപ്റ്റർ 2 എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് നമ്മൾ പഠിച്ചു, ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് നമ്മൾ പഠിച്ചു. ആ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് വഴി നമ്മുടെ റിസോഴ്സസ് കേപ്പബിലിറ്റീസ് ഒക്കെ വെച്ച് എങ്ങനെ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് നേടിയെടുക്കാം എന്നുള്ള കാര്യം നമ്മൾ നോക്കി. ഇനി ഈ നേടിയെടുക്കുന്ന കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് എത്ര കാലം നീണ്ടു നിൽക്കും, അതിൻ്റെ ഒരു ഡ്യൂറബിലിറ്റി എങ്ങനെയാണ്, ആൻഡ് അതിൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടെ പഠിച്ച് ഈ ചാപ്റ്റർ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇതായിരിക്കും ലാസ്റ്റ് വീഡിയോ ആയിട്ടുണ്ടാവുക. 10 to 15 minutes ഉള്ളിൽ നമുക്ക് തീർക്കാൻ പറ്റും. സോ എല്ലാവരും ഓണല്ലേ? ഈ ചാപ്റ്റർ പഠിച്ചു തീർക്കാണ്. ഒരു മോട്ടിവേഷനോടുകൂടി പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോടുകൂടി തന്നെ ഇരിക്കുക. എനിക്കറിയാം തിയറിയാണ്, കുറച്ച് ഡ്രൈ ആയിരിക്കാം, പക്ഷെ മാക്സിമം ചാടി നിൽക്ക്. നമുക്ക് പഠിച്ചെടുത്തല്ലേ പറ്റൂ, നമുക്ക് പാസ്സാവണ്ടേ. സോ ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്തൊക്കെയാണ് ഡ്യൂറബിലിറ്റി ഓഫ് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്? എത്ര നാൾ നീണ്ടു നിൽക്കും ഈ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് എന്നുള്ളത് നമുക്ക് നോക്കാം. അത് 3 കാര്യങ്ങളിൽ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും എന്നാണ് പറയുന്നത്. ഡിപ്പെൻഡ്സ് ഓൺ 3 ഫാക്ടേഴ്സ്. എന്തൊക്കെയാണ്? ബാരിയേഴ്സ് ടു ഇമിറ്റേഷൻ. നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ്, പേറ്റൻറ്റ് കാര്യങ്ങൾ, ഇൻടാഞ്ചിബിൾ ഉണ്ട്, ടാഞ്ചിബിൾ ആയിട്ടുള്ള ക്യാഷ്, ബിൽഡിങ്, ലാൻഡ്, ഇതൊക്കെ നല്ല പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാനുള്ള എബിലിറ്റിയൊക്കെ വെച്ച്, കേപ്പബിലിറ്റിയൊക്കെ വെച്ച് അടിപൊളിയായിട്ട് മുമ്പോട്ട് പോവല്ലേ. ഇതിനെ വേറൊരു കോമ്പറ്റേറ്റർ വന്ന് അങ്ങനെ അങ്ങ് ഇമിറ്റേറ്റ് ചെയ്താലോ, നമ്മുടെ ഒരു റെപ്ലിക്ക പ്രൊഡക്റ്റ് കുറഞ്ഞ പ്രൈസിൽ ചെയ്തങ്ങ് കൊടുക്കാൻ തുടങ്ങിയാലോ, നമ്മൾ പെട്ടുപോകില്ലേ? സോ ബാരിയേഴ്സ് ടു ഇമിറ്റേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പേറ്റൻ്റ് എടുത്ത് വെക്കുക, ബ്രാൻഡ് ലോയൽറ്റി എടുത്ത് വെക്കുക, നമ്മുടെ ബ്രാൻഡ് ലോയലായിട്ട് നിൽക്കുക. പേറ്റൻ്റ് എടുത്ത് വെക്കുക, നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നോളജിയും കാര്യങ്ങളും ഒക്കെ രജിസ്റ്റർ ചെയ്ത് കോപ്പിറൈറ്റും പേറ്റൻറ്റും ഒക്കെ എടുത്ത് വെക്കുക. വേറെ ആരും ഉപയോഗിക്കാൻ പാടില്ല. യുണീക്ക് നോ ഹൗ, നമ്മുടെ കാര്യം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമ്മുടെ KFCയുടെ ഒക്കെ ആ ഒരു റെസിപ്പി ആ മുതലാളി ആദ്യം ഉണ്ടാക്കിയ ആൾക്ക് മാത്രമേ അറിയുള്ളൂ എന്ന് പറഞ്ഞ് കുറേ മിത്തൊക്കെ കേട്ടിട്ടില്ലേ? സോ അങ്ങനെ നമ്മുടെ ഒരു ചേരുവ, നമ്മൾ എന്ത് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നു, ഹൗ വി മേക്ക് ദിസ് എന്നുള്ള കാര്യം യുണീക്കായിട്ട് സീക്രട്ടായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ബാരിയേഴ്സ് ടു ഇമിറ്റേഷൻ. ഒരു കോമ്പറ്റേറ്റർ അല്ലെങ്കിൽ പുതിയൊരു എൻട്രി വന്ന് നമ്മളെ ഇമിറ്റേറ്റ് ചെയ്യാനുള്ള സാധ്യത ബാരിയർ വെച്ച് ബ്ലോക്ക് ചെയ്യുക, അല്ലെങ്കിൽ അധികം നാൾ ഈ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടില്ല. രണ്ടാമതോ, കോമ്പറ്റീറ്റേഴ്സ് എബിലിറ്റി ടു ഇമിറ്റേറ്റ്. നമ്മുടെ ഇപ്പം നിലവിലുള്ള കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവുമല്ലോ, പുതിയ ആൾക്കാരൊന്നും വരണ്ട. ഇപ്പം നിലവിലുള്ള കോമ്പറ്റീറ്റേഴ്സ് നമ്മൾ ഇതിന് ഇമിറ്റേറ്റ് ചെയ്താലോ, അതും പ്രശ്നമാണ്. സ്ട്രാറ്റജിക് കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ടാക്കുക, അബ്സോർസീവ് കപ്പാസിറ്റി ഉണ്ടാക്കുക. നമ്മുടെ കയ്യിലുള്ള കപ്പാസിറ്റി വെച്ച് നമുക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആക്കി വെക്കുക. വീണ്ടും പേറ്റൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തു വെക്കുക. ഇൻഡസ്ട്രി ഡൈനാമിസം. റാപ്പിഡ് ചേഞ്ച് റെഡ്യൂസസ് അഡ്വാൻറ്റേജ് ലൈഫ് സ്പാൻ. എന്ന് വെച്ചാൽ നമ്മളൊരു പ്രൊഡക്റ്റൊക്കെ ഉണ്ടാക്കി, നമ്മുടെ മോണോപ്പൊളിയൊക്കെ ഉണ്ടാക്കി നല്ല കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജിൽ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് ഇൻഡസ്ട്രി, മാർക്കറ്റ് എല്ലാം മാറി. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച പ്രൊഡക്റ്റിന് എന്തെങ്കിലും വർത്തുണ്ടോ? ഒറ്റയടിക്ക് ഇപ്പം എന്താ ആലോചിച്ച് നോക്കിക്കേ, എന്താ പറയുക, ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്ന മെഷീൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ക്യാമറ ആയിക്കോട്ടെ. ഇപ്പോൾ ഐഫോണിൽ തന്നെ എല്ലാവർക്കും നല്ല ഫോട്ടോയും കാര്യങ്ങളും എടുക്കാം. ഓരോരോ ഇന്നോവേഷൻ, ഓരോരോ ഇൻഡസ്ട്രിയിൽ ഡൈനാമിസം മാറുന്നതിനനുസരിച്ച് ചില കാര്യങ്ങൾ എന്തായി പോവും, ഫീൽഡ് ഔട്ടായി പോവും. നമ്മൾ പറയില്ലേ, ചില നായകന്മാർ, ചില സിനിമാ നടന്മാരൊക്കെ ആളൊക്കെ ഫീൽഡ് ഔട്ടായി പോയി, ഇപ്പോഴും 90s നിന്ന് ആൾക്ക് ട്രെയിൻ കിട്ടിയിട്ടില്ല എന്നുള്ള രീതിയിൽ പറയില്ലേ. അങ്ങനെ ഫീൽഡ് ഔട്ടായി പോകാനുള്ള സാധ്യതയുണ്ട് ഇൻഡസ്ട്രിയുടെ ഡൈനാമിസത്തിനനുസരിച്ച്. അതായത് പെട്ടെന്ന് റാപ്പിഡ് ചേഞ്ച് വരുന്ന ഇൻഡസ്ട്രി ആണെങ്കിൽ ഒരുപാട് നാൾ നമുക്ക് ഉച്ചത്തിൽ നിൽക്കാൻ പറ്റില്ല. അവിടെ ഇങ്ങനെ ആൾക്കാർ മാറി വന്നുകൊണ്ടിരിക്കും. ഓക്കെ ആണോ? അതാണ് റാപ്പിഡ് ഇൻഡസ്ട്രി ഡൈനാമിസം എന്ന് പറഞ്ഞ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ 3 കാര്യങ്ങളിലാണ് എത്ര നാൾ നമ്മുടെ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് നിൽക്കും എന്നുള്ളത് ഇരിക്കുന്നത്. ഏതൊക്കെയാണ്? ബാരിയേഴ്സ്, ഇമിറ്റേറ്റ് ചെയ്യാൻ നമ്മൾ സെറ്റ് ചെയ്യുന്ന ബാരിയേഴ്സ്, നമ്മളെ കോമ്പറ്റീറ്റേഴ്സ് ഇമിറ്റേറ്റ് ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് റെസ്ട്രിക്റ്റ് ചെയ്യണം. ആൻഡ് ഫൈനലി ഇൻഡസ്ട്രിയുടെ ഡൈനാമിസം. സസ്റ്റെയിൻഡ് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ആണെങ്കിൽ ലോങ് ടേം സുപ്പീരിയർ പ്രോഫിറ്റബിലിറ്റിയും, സസ്റ്റെയിൻഡ് ആയിട്ട് ലോങ് ടേമിലേക്കുള്ളതാണെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ ലോങ് ടേം പ്രോഫിറ്റബിലിറ്റി നമുക്ക് കിട്ടുന്നുണ്ടാവും. ഇതിൽ നിന്നൊക്കെ പരാജയം വരാനുള്ള സാധ്യത എന്തൊക്കെയാണ്? കോസസ് ഓഫ് ഫെയിലിയർ. ഈ ഇൻറ്റേർണൽ മാനേജ്മെൻറ്റ് മര്യാദയ്ക്ക് നമ്മൾ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എക്സ്റ്റേണൽ മാനേജ്മെൻറ്റ് നമ്മൾ മര്യാദയ്ക്ക് പഠിക്കുന്നില്ല. ഈ ഫെയിലിയർ വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കാം? ഇനേർഷ്യ വരാം, അതായത് റെസിസ്റ്റൻസ് ടു ചേഞ്ച്. ഞാൻ നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കുള്ളൂ എന്നുള്ള വാശി. ഭൂമി കുലുക്കിയാലും ഉൽക്ക വീണാലും ഞാൻ മാറില്ല, ഞാൻ എന്താണോ ഞാൻ അവിടെ തന്നെ നിൽക്കുള്ളൂ എന്നുള്ള വാശി.
ആ ഇനേർഷ്യ തോൽപ്പിക്കാം. കാലത്തിനനുസരിച്ച് മാറണം. അങ്ങനെയല്ലേ പാമ്പിനെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടുകണ്ടം തന്നെ തിന്നണമെന്നല്ലേ പറയുക. അതുപോലെ തന്നെ നമ്മൾ അഡാപ്റ്റ് ചെയ്യാൻ പറ്റണം, നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റണം. മാറില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ നമ്മൾ തോക്കും. കാലത്തിനനുസരിച്ചും പുതിയ ടെക്നോളജിക്ക് അനുസരിച്ചും മാറാൻ നമ്മൾ തയ്യാറാവണം. അടുത്തത് പ്രയർ കമ്മിറ്റ്മെൻറ്റ്സ്. ഓൾറെഡി നമ്മളൊരു ബോണ്ടോ കമ്മിറ്റ്മെൻറ്റോ വെച്ചേക്കുക. ഈ ഒരു സോഫ്റ്റ്വെയർ, പഴയ ഒരു സോഫ്റ്റ്വെയർ അല്ലെ പഴയ ഒരു ടെക്നോളജി തന്നെ ഇനിയുള്ള 10 വർഷവും ഞാൻ ഉപയോഗിച്ചോളാം. അങ്ങനെ ഒരു ബോണ്ടോ അല്ലെങ്കിൽ പ്രയർ കമ്മിറ്റ്മെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു ഫെയിലിയർ ആവാനുള്ള ചാൻസാണ്. കാരണം ചിലപ്പോൾ 3 വർഷം കഴിയുമ്പോൾ പുതിയ സോഫ്റ്റ്വെയറോ പുതിയ ടെക്നോളജിയോ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ചിലപ്പോൾ വരാം. ലാസ്റ്റ് ഇക്കാരാസ് പാരഡോക്സ് എന്ന് പറയും. നോക്കിക്കേടാ, ഓവർ കോൺഫിഡൻസ് ഫ്രം പാസ്റ്റ് സക്സസ്, ലാക്ക് ഓഫ് അഡാപ്റ്റേഷൻ. ആദ്യത്തെ 2 തവണയും 3 തവണയും ഞാൻ ചെയ്തപ്പോൾ വിജയിച്ചു. അഹങ്കാരം, സിമ്പിളായിട്ട് പറഞ്ഞാൽ മുമ്പത്തെ സക്സസ്സിൽ നിന്ന്, മുമ്പ് കിട്ടിയിട്ടുള്ള സക്സസ്സിൽ നിന്ന് ഉള്ള അഹങ്കാരം. അതുകൊണ്ട് പുതിയതൊന്നും ചെയ്യാൻ ഞാൻ തയ്യാറാവില്ല. ഞാനല്ലേ, എനിക്കറിയാം, ഞാൻ ചെയ്തോളാം. ഈ ഒരു ആറ്റിറ്റ്യൂഡില്ലേ, ഇയാൾ കൂടുതൽ പറയണ്ട, എനിക്കറിയാം, ഇത് ഞാൻ കുറേ കണ്ടതാ, ഇത് ഞാൻ കുറേ മുമ്പ് നേടിയിട്ടുള്ളതാ. ഈ ഒരു ഓവർ കോൺഫിഡൻസ് ചിലപ്പോൾ നാശത്തിലേക്ക് നയിക്കാം. എപ്പോഴും കുറച്ച് വിനയമാവാം. എപ്പോഴും നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, നമുക്ക് അറിയുന്ന കാര്യങ്ങളെക്കാളും അറിയാത്ത കാര്യങ്ങളാണ് ഈ ലോകത്ത് കൂടുതൽ. സോ ആ ഒരു വിനയത്തോടു കൂടി വീണ്ടും പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ആറ്റിറ്റ്യൂഡോടു കൂടി തന്നെ മുമ്പോട്ട് പോവുക. അങ്ങനെയാണെങ്കിൽ ഫെയിലിയർ ഉണ്ടാവില്ല. എല്ലാം തികഞ്ഞവനാണ് ഞാൻ, എല്ലാം അറിയുന്നവനാണ് ഞാൻ സമ്പൂർണ്ണൻ. ഈ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റി വെക്കുക. ഈ 3 കാര്യങ്ങൾ നമ്മളെ ചിലപ്പോൾ തോൽവിയിലേക്ക് എത്തിക്കാനുള്ള സാഹചര്യമുണ്ട്. ഇനേർഷ്യ, റെസിസ്റ്റൻസ് ടു ചേഞ്ച്. പ്രയർ കമ്മിറ്റ്മെൻറ്റ്സ്, ഓൾറെഡി ചെയ്ത് വെച്ച് പോയ കമ്മിറ്റ്മെൻറ്റ്സ്. ഇക്കാരസ് പാരഡോക്സ്, അഹങ്കാരം. ഓക്കെ അല്ലേ? ഇനി അവോയ്ഡിങ് ഫെയിലിയർ. ഈ 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫെയിലിയറിനെ ഒഴിവാക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. എന്തൊക്കെയാടാ? ഫോക്കസസ് ഓൺ ഓൾ 4 ബിൽഡിംഗ് ബ്ലോക്സ്. 4 ബിൽഡിംഗ് ബ്ലോക്സ് നമ്മൾ മുകളിൽ പറഞ്ഞായിരുന്നു. സുപ്പീരിയർ ആയിട്ടുള്ള എഫിഷ്യൻസി വേണം, ക്വാളിറ്റി വേണം, ഇന്നോവേഷൻ കൊണ്ടുവരുന്നുണ്ടാവണം, കസ്റ്റമറിനോടുള്ള റെസ്പോൺസീവ്നെസ്. ഇത് 4 നമ്മൾ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഫെയിലിയർ വരാനുള്ള സാഹചര്യം കുറവാണ്. നമ്മുടെ കോമ്പറ്റീറ്ററിനെക്കാളും എഫിഷ്യൻ്റ്ലി നമ്മൾ, അതായത് ലോവർ കോസ്റ്റിൽ കൂടുതൽ ഔട്ട്പുട്ട് കൊടുക്കുന്നുണ്ട്, കൂടുതൽ ക്വാളിറ്റി കൊടുക്കുന്നുണ്ട്, പുതിയ ഇന്നോവേഷൻസ് കൊടുക്കുന്നുണ്ട്, കസ്റ്റമറുടെ ഫീഡ്ബാക്കിനും ഇതിനുമൊക്കെ അനുസരിച്ച് പ്രോപ്പറായിട്ട് റെസ്പോൺസും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോകും. ഫെയിലിയർ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അടുത്തത് എന്താ? കണ്ടിന്യൂസ് ലേണിംഗ് ആൻഡ് ഇമ്പ്രൂവ്മെൻറ്റ്. ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്ന് നമ്മൾ പറയുന്നുണ്ടാവും. ഒരിക്കലും ഒന്നും പെർഫെക്റ്റ് അല്ല. ഞാനിപ്പോൾ ഈ തരുന്ന ക്ലാസ് പോലും ചിലപ്പോൾ ഇതിന് ഒന്നോടെ എടുക്കുമ്പോൾ ഇതിനേക്കാളും ബെറ്റർ ആയിട്ടായിരിക്കും ഞാൻ റെക്കോർഡ് ചെയ്യുക. എപ്പോഴും എല്ലായിടത്തും ഒരു ഇമ്പ്രൂവ്മെൻറ്റിന്, ഒരു ബെറ്റർമെൻറ്റിനുള്ള സ്കോപ്പുണ്ട്. അത് അക്സെപ്റ്റ് ചെയ്യുക. കീപ്പ് ഇംപ്രൂവിങ്, കീപ്പ് ബെറ്റർ ആവുക, വീണ്ടും ബെറ്ററായിട്ട് വരിക. അതാണ് പറയുന്നത്. ബെഞ്ച് മാർക്കിംഗ് ബെസ്റ്റ് പ്രാക്ടീസസ്. നമ്മുടെ സ്റ്റാൻഡേർഡായിട്ട് ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗോള്, നമ്മൾ താരതമ്യം ചെയ്യുന്ന ബെഞ്ച് മാർക്ക് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്നത് എപ്പോഴും ബെസ്റ്റ് പ്രാക്ടീസ് ആയിരിക്കണം. അല്ലാതെ ഒരു ആവറേജ് നോക്കിയിട്ട്, ഒരു ആവറേജ് ലെവലിൽ നോക്കിയിട്ട് എനിക്ക് ഇതാവണം, എനിക്ക് അതാവണം എന്നല്ല പറയേണ്ടത്. ഏറ്റവും ബെസ്റ്റ് സാധനം തന്നെ ബെഞ്ച് മാർക്കായിട്ട് സെറ്റ് ചെയ്യുക, അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക. ലാസ്റ്റ്, ഓവർകം ഇൻറ്റേർണൽ ബാരിയേഴ്സ് ത്രൂ ലീഡർഷിപ്പ് ആൻഡ് സ്ട്രക്ചറൽ ചേഞ്ചസ്. നല്ല പ്രോപ്പറായിട്ടുള്ളൊരു ലീഡർഷിപ്പിലൂടെയും നല്ല ആവശ്യമായ സ്ട്രക്ചറിൽ കൊണ്ടുവരേണ്ട ചേഞ്ചസിലൂടെയും അച്ചീവ് ചെയ്തെടുക്കുക? ഇൻറ്റേർണൽ ബാരിയേഴ്സ്, ഉള്ളിലുള്ള തടസ്സങ്ങൾ, കോൺഫ്ലിക്ട്സ്, കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്ത് പോവുക. ഈ 4 കാര്യങ്ങൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തു പോയാൽ തോൽവി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒഴിവാക്കാൻ പറ്റും. ഇത് ഒരു കമ്പനി പ്ലാൻ ചെയ്യുമ്പോഴൊന്നും അല്ല, ഏതൊരു ഇൻഡിവിജ്വലും അവരുടെ ഡെയിലി ലൈഫിലും അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ലൈഫിലും ഫോളോ ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും എഫിഷ്യൻ്റ്ലി ചെയ്യുക, നല്ല ക്വാളിറ്റിയോടുകൂടി ചെയ്യുക, പുതിയതെന്തെങ്കിലും ഇന്നോവേഷൻ നമ്മുടെ തോട്ട്സിൽ പോലും കൊണ്ടുവരാൻ ശ്രമിക്കുക, നമ്മുടെ ചുറ്റുമുള്ളവരോട് റെസ്പോൺസീവായിട്ട് നിൽക്കുക, ആൻഡ് എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക, ഇമ്പ്രൂവ് ആവാൻ ശ്രമിക്കുക. ഒന്നും അവസാനിക്കുന്നില്ല, ഇനിയും കൂടുതൽ പഠിക്കാനുണ്ട്, കൂടുതൽ അറിയാനുണ്ട് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ്, ഒരു വിനയം, എളിമ നമ്മൾ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. 3ാമത്, നമ്മൾ സെറ്റ് ചെയ്യേണ്ട ബെഞ്ച് മാർക്ക് എന്നുള്ളത് ദ ബെസ്റ്റ് ആയിരിക്കണം. എനിക്ക് അവിടെ എത്തുക എന്നുള്ളതായിരിക്കണം. എങ്ങനെയും ജീവിച്ച് പൊക്കോളാം എന്നല്ല, ഏറ്റവും ബെസ്റ്റ് എത്തുക എന്നുള്ളതായിരിക്കണം നമ്മൾ സെറ്റ് ചെയ്യുന്ന ബെഞ്ച് മാർക്ക്. നല്ലൊരു ട്രൂ ലീഡറായിട്ട് നല്ല സ്ട്രക്ചറൽ ചേഞ്ചസ് ഒക്കെ കൊണ്ടുവന്ന് ഇൻറ്റേർണൽ കോൺഫ്ലിക്ട്സും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ഒരു നല്ല ടീമായിട്ട് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ തോൽവി, പരാജയം
നമ്മുടെ ബിസിനസ്സിലാണെങ്കിലും നമ്മുടെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ അല്ലേ? ആണെങ്കിൽ ഈ 2 കാര്യങ്ങളും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാപ്റ്റർ തീരുകയാണ്. വളരെ സിമ്പിളാടാ. ബിസിനസ് മോഡൽ ഇൻ സ്ട്രാറ്റജിക് പ്ലാനിങ്. ഈ സ്ട്രാറ്റജിക് പ്ലാനിങ് ഒക്കെ ചെയ്യുമ്പോൾ എവിടെയാണ് ബിസിനസ് മോഡൽസ് കൊണ്ടുവരേണ്ടത്? ഡിഫൈൻസ് ഹൗ സ്ട്രാറ്റജീസ് ആൻഡ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഫിറ്റ് ടുഗദർ ടു ക്രിയേറ്റ് പ്രോഫിറ്റബിലിറ്റി. നമ്മൾ നല്ല ഇത് ശരിക്കും പാർട്ട് 1ൻ്റെയും പാർട്ട് 2ൻ്റെയും ഒരു ലിങ്കപ്പാണ്. പാർട്ട് 1 സെക്ഷൻ ബിയിലാണ് നമ്മൾ നല്ല സ്ട്രാറ്റജീസ് ഉണ്ടാക്കാൻ പഠിക്കുന്നത്. പാർട്ട് 2 സെക്ഷൻ ഇയിൽ ഭാഗ്യവശാൽ ഇത് രണ്ടും എടുക്കുന്നത് ഞാൻ തന്നെയാണ്, അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയാം. പാർട്ട് 2 സെക്ഷൻ ഇയിൽ ക്യാപിറ്റൽ ബജറ്റിങ്ങിലായിരിക്കും നമ്മൾ പഠിക്കുക. നമ്മുടെ മുമ്പിൽ എന്തൊക്കെ പ്രൊഡക്ട്സ് ഉണ്ട്, എന്തൊക്കെ പ്രൊജക്ട്സ് ഉണ്ട്, എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, NPV നോക്കണം, IRR നോക്കണം, ROCE നോക്കണം, പേയ്ബാക്ക് നോക്കണം. ഇങ്ങനെയുള്ള മെത്തേഡ്സൊക്കെ വെച്ച് ഏത് പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള തീരുമാനം എടുക്കുന്നുണ്ടാവുക സെക്ഷൻ ഇയിലായിരിക്കും. പാർട്ട് 2 അവിടെ പഠിക്കുന്ന കാര്യങ്ങളും ഇവിടെ പഠിക്കുന്ന സ്ട്രാറ്റജീസും മിക്സ് ചെയ്ത് ഒരുമിച്ച് കൊണ്ടുപോയാൽ പ്രോഫിറ്റ് പക്കാ. നല്ല സ്ട്രാറ്റജീസും നല്ല ക്യാപിറ്റൽ ബജറ്റിംഗ് ടെക്നീക്സും ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. ഒരു എക്സാമ്പിൾ നിങ്ങളുടെ ഹോക്കിൻ്റെ മെറ്റീരിയലുള്ളതാണ്. റെസ്റ്റോറൻറ്റ്സ്, ഒരു ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റും വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു അപ്സ്കെയിൽ ഭയങ്കര ഹൈ ക്ലാസ്സിനുള്ള റെസ്റ്റോറൻറ്റും വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ 2 പേർക്കും എന്താ ഡിഫറൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റാണ്. ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളവർ അവർക്ക് വേണ്ട ഫുഡും കാര്യങ്ങളിലും ആയിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുക. അപ്സ്കെയിൽ ചെയ്യുന്നവരോ ആ ഒരു ആംബിയൻസ്, അവിടുത്തെ ഒരു എസ്തെറ്റിക് വ്യൂ, ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളിലൊക്കെ ആയിരിക്കും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുക. 2 പേരുടെയും ഗോള് സെയിമാണ്, പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഗോള്. പക്ഷേ വേറെ കോമ്പിറ്റൻസാണ്. ഒരാൾ കൊടുക്കുന്നത് പ്രീമിയം കസ്റ്റമേഴ്സിന് പ്രീമിയം എക്സ്പീരിയൻസ് കൊടുക്കുമ്പോൾ വേറൊരാൾ കൊടുക്കുന്നത് ബജറ്റ് ഫ്രണ്ട്ലി റേറ്റിൽ നല്ല ഫുഡ് കൊടുക്കുക എന്നുള്ളതാണ്. 2 പേരും കൊടുക്കുന്നത് റെസ്റ്റോറൻറ്റ് തന്നെയാണ്. സോ ഇതുപോലെ വൈവിധ്യമായ ആശയപരമായി ചിന്തിച്ച് 2 പേർക്കും ഒരേ ഇൻഡസ്ട്രിയിൽ എങ്ങനെയാണ് ഒരുമിച്ച് നല്ല രീതിയിൽ സർവൈവ് ചെയ്ത് പോകാം. ഇതാണ് ബിസിനസ് മോഡൽ ഇൻ സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുക. ഒന്നുമില്ലടാ, നല്ല സ്ട്രാറ്റജിക്കൽ പ്ലാൻസ് ഉണ്ടാക്കുക, നല്ല രീതിയിൽ ക്യാപിറ്റൽ ബജറ്റിംഗ് ടെക്നീക്സ് യൂസ് ചെയ്ത് പ്രോഫിറ്റബിൾ ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മുമ്പോട്ട് പോവുക. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ഏരിയ ഫിനാൻഷ്യൽ പെർഫോമൻസ് അനാലിസിസ്. കമ്പയർ പെർഫോമൻസ് വിത്ത് കോമ്പറ്റീറ്റേഴ്സ് ആൻഡ് ഓൾസോ വിത്ത് പാസ്റ്റ് റിസൾട്ട്സ്. നമ്മൾ ഒരു വർഷം കഴിയുമ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് SOPL എന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയും. SOPL ആണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. ഇന്ത്യയിലും UK ഒക്കെ അങ്ങനെ പറയും. US ഇത് വെച്ച് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയും. അതിൽ ഇൻകം ആണോ എക്സ്പെൻസ് ആണോ കൂടുതൽ, അഥവാ പ്രോഫിറ്റിലാണോ ലോസിലാണോ എന്ന് നമ്മൾ നോക്കുന്നുണ്ടാവും. അതിന് എന്തും കൂടെ ചെയ്യുക, കമ്പയർ ചെയ്യുക നമ്മുടെ കോമ്പറ്റീറ്റേഴ്സായിട്ട്. എൻ്റെ സെയിം ഇൻഡസ്ട്രിയിലുള്ള കോമ്പറ്റീറ്റർ എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കി, എത്ര റവന്യൂ ജനറേറ്റ് ചെയ്തു, ഞാൻ എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കി, എത്ര റവന്യൂ ജനറേറ്റ് ചെയ്തു, ആൻഡ് പാസ്റ്റ് റിസൾട്ട്സ് ആയിരിക്കും. അതാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. പാസ്റ്റ് റിസൾട്ട്സ് ആയിട്ട് കമ്പയർ ചെയ്യുക. കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയതിനേക്കാളും അറ്റ്ലീസ്റ്റ് 1% കൂടുതൽ റവന്യൂവും കൂടുതൽ പ്രോഫിറ്റും അച്ചീവ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. കാരണം നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുക, ബെറ്റർ ആയിക്കൊണ്ടിരിക്കുക. സോ ഫിനാൻസ് പെർഫോമൻസ് അനാലിസിസ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എടുക്കുന്നു, നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ ഡാറ്റയായിട്ടും കമ്പയർ ചെയ്യുന്നു, നമ്മുടെ പ്രീവിയസ് ഇയേഴ്സിലെ ഡാറ്റയായിട്ടും നമ്മൾ കമ്പയർ ചെയ്യുന്നു. അടുത്ത എന്താടാ, ഐഡൻറ്റിഫൈ വെദർ കറൻറ്റ് സ്ട്രാറ്റജീസ് ആർ ക്രിയേറ്റിംഗ് വാല്യൂ. ഇപ്പം നമ്മൾ എടുക്കുന്ന സ്ട്രാറ്റജിയൊക്കെ നന്നായിട്ട് വാല്യൂ ഒക്കെ ക്രിയേറ്റ് ചെയ്തല്ലേ മുമ്പോട്ട് പോകുന്നത്. എഫിഷ്യൻറ്റ് ഇൻ കോസ്റ്റ് കൺട്രോൾ. കോസ്റ്റ് നല്ല രീതിയിൽ നമുക്ക് കൺട്രോൾ ചെയ്യാനും കാര്യങ്ങളും ഒക്കെ പറ്റുന്നില്ലേ. എഫക്റ്റീവ്ലി യൂസിങ് റിസോഴ്സസ്. നമ്മുടെ റിസോഴ്സസ് ഒക്കെ ഫുള്ളായിട്ട് അടിപൊളിയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നില്ലേ. അണ്ടർ യൂട്ടിലൈസ്ഡ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ. ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കമ്പയർ ചെയ്ത് പഠിച്ചിട്ട് ഒരു ധാരണയാക്കുക. എന്തൊക്കെയാ, വാല്യൂ ആഡ് ഓൺ ചെയ്യുന്നില്ലേ, എഫിഷ്യൻ്റ്ലി കോസ്റ്റ് കൺട്രോൾ ചെയ്യുന്നില്ലേ, എഫക്റ്റീവ്ലി നമ്മുടെ റിസോഴ്സസിനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നില്ലേ. ആൻഡ് ലാസ്റ്റ്, ബെഞ്ച് മാർക്കിംഗ് ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് ഹെൽപ്പ് റിവീൽ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സസ്. ബെഞ്ച് മാർക്ക് എപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹൈ ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യുക. അപ്പോൾ അത് നമ്മുടെ സ്ട്രെങ്ത് ആണോ വീക്ക്നെസ് ആണോ എന്ന് മനസ്സിലാവും. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെ നമ്മുടെ കോമ്പറ്റീറ്ററായിട്ടും പാസ്റ്റ് റിസൾട്ട്സ് ആയിട്ടും കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ബെറ്റർ ആവുകയാണോ സ്ട്രോങ് ആവുകയാണോ ചെയ്തേ, വീക്ക് ആവുകയാണോ എന്നും നമുക്ക് മനസ്സിലാവും. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ പാർട്ട് 1 സെക്ഷൻ ബിയിലെ ചാപ്റ്റർ 2 പഠിക്കാനുള്ളത്. അനലൈസിങ് എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ്. എക്സ്റ്റേണൽ മാർക്കറ്റ് പഠിച്ച് എവിടെയാണ് ഓപ്പർച്യൂണിറ്റി, എവിടെയാണ് ത്രെറ്റ് എന്ന് കണ്ടെത്തുക. ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് പഠിച്ച് എവിടെയാണ് സ്ട്രെങ്ത്ത്, എവിടെയാണ് വീക്ക്നെസ് എന്ന് കണ്ടെത്തുക. സോ ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്
അടുത്ത സ്റ്റെപ്പുകളാണ്. എങ്ങനെ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യണം, എങ്ങനെ സ്ട്രാറ്റജീസ് ബിൽഡ് ചെയ്യണം, ഓർമ്മയില്ലേ അതിനെ മോണിറ്റർ ചെയ്യണം, ഇംപ്ലിമെൻറ്റ് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം. കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സോ 2 ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നിങ്ങൾ ചെറുതായിട്ടൊന്ന് റെസ്റ്റും കാര്യങ്ങളും എടുത്തോ. നല്ല രീതിയിൽ ഈ ഒരു ഫ്ലോയിൽ തന്നെ പഠിച്ചു പോട്ടെ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ ഒരു വിൻഡോയിൽ തന്നെ നമുക്ക് എല്ലാവർക്കും എന്തായാലും പാസ്സാവണം. ഗുഡ് ലക്ക് ഓൾ.